പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിന് നേരെ അതിക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ വകുപ്പുതല നടപടി. SI ജിനു അടക്കം 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. മർദ്ദനമേറ്റ സിതാരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. വാഹനം വഴിയരികിൽ നിർത്തി വിശ്രമിക്കുന്നതിനിടെയായിരുന്നു കോട്ടയം സ്വദേശികളെ പോലീസ് മർദ്ദിച്ചത്. ജീപ്പിൽ നിന്ന് ഇറങ്ങിയ പാടെ കണ്ണിൽ കണ്ടവരെയെല്ലാം SI ജിനുവും സംഘവും പൊതിരെ തല്ലി. CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ പോലീസിന് ന്യായീകരണമില്ലാതെയായി. ഇന്നലെ രാത്രി 11 മണിയോടെ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലായിരുന്നു പോലീസിന്റെ അഴിഞ്ഞാട്ടം. വിവാഹ പാർട്ടി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു കോട്ടയം സ്വദേശികളായ 20 അംഗ സംഘം. വിശ്രമത്തിനായി ടെമ്പോ ട്രാവലർ വഴിയിൽ നിർത്തി. ഇതിൽ ചിലർ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് സ്ഥലത്തെത്തിയ പത്തനംതിട്ട SIയും സംഘവും ലാത്തിചാർജ് നടത്തിയത്. മറുപടി കാണാൻ പോയതാ അടൂര് കൊല്ലം. പോയിട്ട് വന്നപ്പം എന്റെ വീട് പോന്നില്ല, അല്ല അതുമുങ്ങളം. അപ്പൊ ചേട്ടായി വരാനായിട്ട് താമസം, അവരെന്നെ ഇറക്കി വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചേട്ടായി വരാൻ താമസിച്ചത് കൊണ്ട് ഞങ്ങളവിടെ വണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ പിള്ളേര് കൊച്ചിന് മോട്ടർ ഒഴിക്കണം എന്ന് പറഞ്ഞു അവളന്ന് അങ്ങോട്ട് പോയി. അവനവിടെ സൈഡിൽ ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അന്നേരം അങ്ങ് അടിച്ചു. മുണ്ടക്കയം സ്വദേശി സിത്താര, ഭർത്താവ് ശ്രീജിത്ത്, ബന്ധു ഷിജിൻ എന്നിവർക്ക് പരിക്കേറ്റു. വാഹനത്തിന് പുറത്തുനിന്ന മറ്റുള്ളവർക്കും അടികിട്ടി. പരിക്കേറ്റവർ സ്വന്തം വാഹനത്തിലാണ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഒരു പ്രകോപനം കേട്ട ഒരു വണ്ടി പോലീസ് ഇങ്ങോട്ട് വരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ലാത്തി എടുത്ത് അടിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് പോലും ഞങ്ങൾക്ക് സംസാരിക്കാൻ ടൈം കിട്ടുന്നില്ല. ബാറിന് മുന്നിൽ ചിലർ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന വിവരം ലഭിച്ചതായും അവരെ നേരിടാനാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയതെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണെന്ന് പോലും അന്വേഷിക്കാതെ പൊതിരെ തല്ലിയത് എന്തിനെന്ന ചോദ്യത്തിന് പോലീസിന് മറുപടിയില്ല. പരിക്കേറ്റവരുടെ മൊഴിയിൽ SI ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഉച്ചയോടെ SI എസ് ജിനുവിനെ SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റി. പിന്നാലെ നടപടി പോരെന്ന് വിമർശിച്ച സിത്താരയും ജിഷ്ണുവും രംഗത്തെത്തി. അതിക്രമിക്കാൻ അത്രയും പറ്റുമെന്നുള്ളൊരു വിചാരം കൂടി ഉണ്ടാവാതില്ല എന്നില്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും ആ ഒരു നിയമം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നടപടി തന്നെ എടുക്കുന്നതായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എവിടെ വേണമെങ്കിലും തല്ലാന്നുള്ളൊരു ബോധമാണെന്ന് തോന്നുന്നു ഇവർക്കൊക്കെ. അല്ല, ഇവരൊക്കെ യൂണിഫോത്തിൽ പോലും അല്ല, വലിയ മദ്യലഹരിയിലാണെന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾക്ക് യാതൊരു പരിഗണന പോലും തന്നില്ല. സ്ത്രീ ഉണ്ടായിരുന്ന ഒരു പരിഗണന പോലും അവർ തന്നില്ല. എന്നെ ഇവിടെ നിലച്ചിട്ട് അവർ അടിക്കുമായിരുന്നു. ഇതോടെയാണ് SIയെയും 3 പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തത്. DIG അജിത ബീഗമാണ് സസ്പെൻഷൻ ഉത്തരവിട്ടത്. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് മുക്കത്ത് പീഡന ശ്രമത്തിനിടെ ഹോട്ടൽ ജീവനക്കാരി കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റ സംഭവത്തിലെ മുഖ്യപ്രതിയും ഹോട്ടൽ ഉടമയുമായ ദേവദാസ് പിടിയിൽ. എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ കുന്നംകുളത്ത് വെച്ചാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. മുക്കത്തെ സങ്കേതം ഹോട്ടലിന് സമീപം യുവതി താമസിച്ചിരുന്ന സ്ഥലത്ത് പ്രതിയുമായെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. ദേവദാസിന് CPM ബന്ധമുണ്ടെന്ന് BJP ആരോപിച്ചു. എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ തൃശൂർ കുന്നംകുളത്ത് വെച്ച് ബസ്സിൽ നിന്നാണ് ദേവദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസിനെ കബളിപ്പിക്കാൻ ദേവദാസ് കാർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിരുന്നു. അന്വേഷണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസ് വിശദീകരണം. അന്വേഷണത്തിൽ പാളിച്ച സംഭവിച്ചിട്ടില്ല. ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ദേവദാസും കൂട്ടുപ്രതികളും ശനിയാഴ്ച രാത്രി ഇരയുടെ താമസസ്ഥലത്ത് പോയതിന് ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും താമരശ്ശേരി DYSP പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈ സ്ത്രീയുടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയം ഈ സ്ത്രീയുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥാനത്തിന്റെ ഉടമ തന്നെക്കെതിരെയാണ് ഈ പരാതി വന്നിരുന്നത്. ആ സമയത്ത് അതിന്റെ നിജസ്ഥിതി പെട്ടെന്ന് അറിയാനുള്ള ഒരു വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ആ സ്ത്രീയുടെ കറക്റ്റ് മൊഴിയെടുത്തു. അതിൽ FIR അതനുസരിച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു. ഇന്നലെ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു. കേസിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന ആരോപണമായും യുവതിയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. കൃത്യമായി മൊഴി നൽകിയിട്ടും FIR-നടക്കം സംഭവം ലഘൂകരിക്കാൻ ശ്രമമുണ്ടായി. കുട്ടി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയെന്നാണ്. പക്ഷേ FIR-ൽ പോലും അവർ കാണിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്ന് വീണു എന്നൊക്കെയാണ്. അത് എന്തൊക്കെയോ ദുരൂഹതയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നതിനിടെ BJP പ്രവർത്തകർ തെളിവെടുപ്പ് സ്ഥലത്തേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തി. CPM-മായി പ്രതിക്കുള്ള ബന്ധമാണ് നടപടിക്രമങ്ങൾ വൈകാൻ കാരണമെന്ന് BJP ആരോപിച്ചു. CPM-കാരനാണ് പ്രതി എന്നുള്ളതൊന്ന്.
രണ്ടാമത് CPM-ന് വളരെ വലിയ രീതിയിൽ ഫണ്ട് കൊടുത്ത് സഹായിക്കുന്ന വ്യക്തിയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പ്രതി CPM-ന് വേണ്ടപ്പെട്ട ആളാണ്. ഹോട്ടലുടമയായ ദേവദാസും ഹോട്ടൽ ജീവനക്കാരായ റിയാസും സുരേഷുമാണ് കണ്ണൂർ സ്വദേശിനിയായ ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കേസിലെ മറ്റു 2 പ്രതികൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ഉടൻ തന്നെ ഇരുവരെയും പിടികൂടാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കോഴിക്കോട്.